ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രിൻസ് മാത്യു. PV വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് എങ്ങനെ വീട്ടിൽ തനി നാടൻ സ്റ്റൈലിൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാവുന്നതിനെ കുറിച്ച്, അതായത് തേങ്ങ ചമ്മന്തിപ്പൊടി. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് ഗോ. ചമ്മന്തിപ്പൊടിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ. ആദ്യം തേങ്ങ പൊതിക്കാം. നമ്മളിപ്പം 15 തേങ്ങ എടുത്തേക്കുന്നത്. ഓരോന്നായിട്ട് നമുക്കിങ്ങനെ പൊതിക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ നെല്ലൊന്ന് പൊട്ടിക്കാം. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ തിരുമ്പാൻ തുടങ്ങും. ഓക്കെ, നമ്മുടെ അടുപ്പ് സെറ്റായിട്ടുണ്ട്. അതിനകത്തിട്ട് തേങ്ങ ഇടാം. നമ്മൾ 15 തേങ്ങ ആയിരുന്നു എടുക്കാം. നമുക്ക് നൈസായിട്ട് നിലക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഇളകി കിടക്കുന്ന തേങ്ങ അത് മാറ്റി. ഇത് ചെറുതായിട്ടൊന്ന് മുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്തിട്ട് വരാം. ചമ്മന്തിപ്പൊടിയുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കൊച്ചുള്ളിയും ഇഞ്ചിയും. അത് നമുക്ക് റെഡിയാക്കാം. കൊച്ചുള്ളി ഇഞ്ചി ഒന്ന് നല്ലോണം കഴുകി എടുത്ത് നമുക്കിനി തോരാനായിട്ട് വെക്കാം. നമുക്ക് ഇഞ്ചി ഒന്ന് ചതയ്ക്കാം ആദ്യം. അതിനുശേഷം കൊച്ചുള്ളിയും അങ്ങോട്ട് മിക്സിക്കകത്ത് തന്നെ ഇട്ട് ചതച്ച് ലാസ്റ്റ് തേങ്ങ മുമ്പിലത്തെ അടന്ന തേങ്ങ ഉണ്ടല്ലോ അതുകൂടെ മിക്സിക്കകത്തിട്ട് അടിച്ച് നമുക്ക് അടപ്പിലോട്ട് ഇട്ടേക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചതച്ച ഐറ്റംസിലൂടെ നമ്മുടെ അടപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് തേങ്ങയുടെ കൂട്ടത്തിൽ. ഇനി അടുത്തത് കുരുമുളക്, നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക്. ഇപ്പോൾ നമ്മൾ 2 പിടി കുരുമുളക് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതിൻ്റെ കൂടെ ഇനി കറിവേപ്പിലയും നമ്മൾ ആവശ്യത്തിന് പറയാൻ കാരണം ഇപ്പം 15 തേങ്ങ എന്ന് പറയുമ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം 1 കിലോയ്ക്ക് എത്ര ഐറ്റംസ് വേണമെന്നുള്ള കാര്യം. നേരം നമ്മുടെ ചമ്മന്തിപ്പൊടി ഒരു അരമണിക്കൂറിനടുത്തായി നമ്മൾ ഇട്ടിട്ട് ഒരു ചെറിയൊരു കളർ വേരിയേഷനൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഫുള്ളിത് അടപ്പേ തന്നെയാണ് സംഭവം ചെയ്യുന്നത്. കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അടപ്പേ ചെയ്യുമ്പോൾ. നേരെ വിറകൊക്കെ വെച്ച് കത്തിച്ച് ആ ഒരു പുകയും ആ ഒരു സ്മെല്ലും ഒക്കെ ഒരു പ്രത്യേകതയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ തന്നെ ചെയ്യും. ഓക്കെ, ഇനി ഒരു അരമണിക്കൂറിനടുത്തൂടെ എടുക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ കറിവേപ്പില ഇട്ടു, കുരുമുളക് ഇട്ടു, കൊച്ചുള്ളി, ഇഞ്ചി, തേങ്ങ, ഇത്ര ഐറ്റമാണ് ഇതുവരെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഐറ്റംസ് ഉണ്ട്, അത് വഴിയേ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ചെറിയൊരു കളറൊക്കെ ആയിട്ടുണ്ട്, ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങ നല്ലോണം തോന്നിട്ടുണ്ട്. ഇപ്പം അത് ഫ്രീ ആയിട്ട് ഇളക്കാൻ പറ്റും. ഉണ്ടോ, അത്യാവശ്യം കളറൊക്കെ ചെറിയൊരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. ഉണ്ടോ, ആ വൈറ്റ് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് പരുവായി. ഇത് കുറച്ച് നേരം കൂടെ നമ്മൾ കിടന്നാൽ മതിയാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുളക് പൊടി ഇടാം. മുളക് പൊടി എന്ന് പറയുമ്പോൾ ഇത് PVMൻ്റെ തന്നെ മുളക് പൊടി, നമ്മുടെ സ്വന്തം കറ്റ ഇതിനകത്തിട്ട് ഇടാം. പാണ്ടിമുളകായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പാണ്ടിമുളകോ അല്ലെങ്കിൽ പാണ്ടിമുളകിൻ്റെ പൊടി. നമുക്കിപ്പം പൊടി ഇവിടെ യൂസ് ചെയ്യാൻ കാരണം മുളക് ഇട്ട് കഴിഞ്ഞാൽ പൊടിക്കുമ്പോൾ അതിൻ്റെ തരിയൊക്കെ കിടക്കുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ മുളക് ഇടും. നല്ലോണം ഇളക്കണം. ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കേണ്ടതായിട്ട് വരും. തേങ്ങ എല്ലാം വറുത്ത് എല്ലാ ഐറ്റംസ് ഇട്ട് മുളക് പൊടി വരെ ഇട്ട് റെഡിയാക്കി ഇനി നമുക്ക് ഇത് പൊടിക്കാൻ തുടങ്ങാം. ഓക്കെ,
ചമ്മന്തിപ്പൊടിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. അന്നേരം നമുക്ക് ഇനി പൊടിക്കുകയാണ് പരിപാടി. ആദ്യം നമുക്ക് പുളി ഇടാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അങ്ങോട്ട് പൊടിക്കാൻ തുടങ്ങും. അത് പണ്ട് കാലത്തൊക്കെ ഒരലിനകത്തൊക്കെ ആയിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ അഭാവം കാരണം മിക്സിക്കകത്ത് പൊടിക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പും പൊടിയെല്ലാം എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ പൊടിച്ച ചമ്മന്തിപ്പൊടി ചോറ് കൂട്ടിന് കഴിച്ചു നോക്കാം. ഓക്കെ, ട്രൈ ചെയ്യാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, എന്നാലും കൊള്ളാം. എന്നാലും ഞാനത് കഴിച്ചു തീർക്കട്ടെ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുക. തുടർന്ന് നല്ല നല്ല വീഡിയോസുമായി PV വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും.